ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ഗുഡ്നസ് ടിവിയുടെ ബൈബിൾ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. വെളിപാട് 7-ാം അധ്യായമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠന വിഷയമാക്കിയത്. അതിൻ്റെ തുടർച്ചയാണ് നാം ഇന്ന് എടുക്കുക. ഏഴാമത്തെ അധ്യായത്തിൽ ആർക്കാണ് നിൽക്കുവാൻ സാധിക്കുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് നാം കണ്ടത്. ആർക്കാണ് നിൽക്കുവാൻ സാധിക്കുന്നത്? അതായത് കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാടിനു കൂടെ നിൽക്കാനായിട്ട് സാധിക്കുന്നത്. അത് അവിടുത്തെ പീഡാനുഭവത്തിലൂടെ കടന്നുപോയി അവിടുത്തെ ഉത്ഥാനത്തിൽ പങ്കുചേരുന്നവരാണ്. അതാണ് തങ്ങളുടെ വസ്ത്രങ്ങൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകി വെളുപ്പിച്ചവർ എന്നുള്ള ആ പ്രതീകത്തിൻ്റെ അർത്ഥം. ഈ ഒരു ചിത്രത്തിന് ശേഷം അവർ എത്തിച്ചേരുന്ന സ്വർഗത്തെക്കുറിച്ചുള്ള വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു വിവരണവും നാം കണ്ടു. അപ്പോൾ അതിൻ്റെ അവസാനം നാം എത്തിച്ചേർന്നത് അവരുടെ കണ്ണിൽ നിന്നെല്ലാം കണ്ണീര് തുടച്ചു മാറ്റുന്ന ദൈവത്തിൻ്റെ ആ ചിത്രം കണ്ടുകൊണ്ടാണ്. അപ്പോൾ വളരെ ചേതോഹരമായിട്ടുള്ള ഒരു ചിത്രം സ്വർഗീയ സൗഭാഗ്യത്തിൻ്റെ. അപ്പോൾ ഇന്ന് ഈ ഭൂമിയിൽ കഷ്ടതകളിലൂടെ സഹനങ്ങളിലൂടെ ഒക്കെയാണ് കടന്നു പോകുന്നതെങ്കിലും അവരെയെല്ലാം ആശ്വസിപ്പിച്ച് ജീവൻ്റെ ഉറവിലേക്ക് നയിക്കുന്ന നല്ല ഇടയനായ ദൈവമാണ്, അവിടുത്തെ സന്നിധിയിലാണ് ആയിരിക്കുന്നത് എന്ന ആ വിവരണമാണ് 7-ാമത്തെ അധ്യായത്തിൽ കണ്ടത്. നമ്മൾ കണ്ടു ഇത് ആരാധന സമൂഹത്തിനുള്ള ഒരു സന്ദേശം തന്നെയാണ്. ഇനി 6-ാമത്തെ മുദ്ര കഴിഞ്ഞ് തീർച്ചയായിട്ടും നാം കടന്നു ചെല്ലുന്നത് എവിടേക്കാണ്? 7-ാമത്തെ മുദ്രയിലാണ്. 7-ാമത്തെ മുദ്ര 8-ാമത്തെ അധ്യായത്തിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു വാക്യം വായിക്കാം. 8-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. അവൻ 7-ാമത്തെ മുദ്ര തുറന്നപ്പോൾ സ്വർഗത്തിൽ അരമണിക്കൂറോളം നിശബ്ദതയുണ്ടായി. ലോകചരിത്രത്തിൻ്റെ പരിസമാപ്തി പ്രതീക്ഷിക്കുന്ന നമ്മയൊക്കെ സ്തബ്ധരാക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഇപ്പോൾ ലോക അവസാനത്തിൻ്റെ അവസാന രംഗത്തിൽ എത്തിച്ചേരുന്ന ഒരു വിവരണമല്ല നാം ഇവിടെ കാണുക. എന്താണ് അവിടെ ഉണ്ടാകുന്നത്? ഒരു നിശബ്ദതയാണ്. സ്വർഗത്തിൽ അരമണിക്കൂർ നിശബ്ദത. അപ്പോൾ ഈ നിശബ്ദത എന്താണ് അർത്ഥമാക്കുന്നത്? ഇപ്പോൾ നിശബ്ദതയ്ക്ക് ഒത്തിരിയേറെ വ്യാഖ്യാനങ്ങൾ നൽകപ്പെടുന്നുണ്ട്. നിശബ്ദത എന്ന് പറയുന്നത് ദൈവിക സന്നിധിയിലുള്ള ആ ഭയഭക്തി ബഹുമാനമാണല്ലോ ആദ്യമായിട്ട് സൂചിപ്പിക്കുക. ഗ്രീക്ക് പാരമ്പര്യത്തിലുമൊക്കെ പ്രാർത്ഥനയ്ക്കുള്ള ഒരു മുന്നോടിയായിട്ട് ഈ നിശബ്ദതയെ ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ ഇസ്രായേൽക്കാരുടെയും ആരാധനയിലും പ്രാർത്ഥനാവേളകളിൽ ചിലപ്പോഴൊക്കെ നിശബ്ദത അവർ പുലർത്തിയിരുന്നതായിട്ട് നാം കാണുന്നു. ഉദാഹരണത്തിന് ഹബക്കൂക്ക് 2-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ ഇപ്പോൾ പുരോഹിതൻ ദേവാലയത്തിൽ ധൂപാർച്ചന ചെയ്യുന്ന അവസരത്തിൽ എല്ലാവരും നിശബ്ദരായി നിന്നു എന്നാണ് പറയപ്പെടുക. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വെളിപാടിൽ 8-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിന് ശേഷം ഒരു ധൂപാർച്ചനയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഈ ഒരു നിശബ്ദതയെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി വേറെ ഒരു വ്യാഖ്യാനം, നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന കുറേ സ്വർഗീയ രഹസ്യങ്ങൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ടുള്ള ഒരു മാർഗമാണ് ഈ നിശബ്ദത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നിശബ്ദത എന്ന് പറയുന്നത് അതൊരു മിസ്റ്റിക്കിൻ്റെ ഒരു മൗനം തന്നെയാണ്. ദൈവിക രഹസ്യങ്ങൾക്ക് ആത്യന്തികമായിട്ടുള്ള ഉത്തരം ലഭിക്കുന്നത് ഈ മിസ്റ്റിക്കിൻ്റെ മൗനത്തിലാണല്ലോ. അപ്പോൾ നമുക്കൊക്കെ സാധാരണ രീതിയിൽ
തിരിച്ചറിയാൻ സാധിക്കാത്ത, മനസ്സിലാക്കാൻ സാധിക്കാത്ത ദൈവത്തിൻ്റെ ആ പദ്ധതികളുടെ രഹസ്യങ്ങളിലേക്ക്, അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ടുള്ള ഒരു ക്ഷണമായിട്ട് വേണമെങ്കിൽ ഈ നിശബ്ദതയെ കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ വേറെ ഒരു അർത്ഥം പറയുന്നത് ദൈവ പ്രത്യക്ഷത്തിനുള്ള ഒരു ഒരുക്കം എന്ന നിലയിലാണ്. ഇപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെടുന്ന ആ വേളയിലെല്ലാം ഒരു നിശബ്ദത വരുന്നത് കാണുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ചിത്രം 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട്, 19-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ ദൈവത്തിന് വരവിനായിട്ട് കാത്തിരിക്കുമ്പോൾ ഇടമുഴക്കത്തിലും ഘോരഗർജനങ്ങളിലും ഒന്നും ദൈവം പ്രത്യക്ഷപ്പെടുന്നില്ല, കൊടുങ്കാറ്റിലൊന്നും ദൈവം പ്രത്യക്ഷപ്പെടുന്നില്ല. എപ്പോഴാണ്? ഒരു മന്ദമാരുതൻ, അതായത് ആ നിശബ്ദതയിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രവാചകൻ തിരിച്ചറിയുന്നത്. അപ്പോൾ പ്രത്യക്ഷത്തിനുള്ള ഒരുക്കമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ നീതിവിധിയുടെ നിമിഷങ്ങളിൽ ദൈവദൂതർ പോലും നിശബ്ദരായിരുന്നുവെന്ന വിശ്വാസം യഹൂദരുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് തൻ്റെ വിധി പ്രസ്താവം നടത്തുന്ന ആ വേളയിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിശബ്ദരായിരുന്നു എന്നുള്ള ആ ഒരു ചിന്ത. അപ്പോൾ ആ ഒരു ചിന്ത എടുക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന വിധിയെക്കുറിച്ചുള്ള ചിലപ്പോൾ ആശങ്കകളായിരിക്കാം ഈ മൗനത്തിൽ ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വാക്യമുണ്ട്, നിശബ്ദതയിൽ നിന്ന് ഉരുവായ വചനമാണ് യേശു. നിശബ്ദതയിൽ നിന്ന് ഉരുവായ വചനമാണ് യേശു. ഇനി ഈ സൃഷ്ടിക്ക് മുമ്പുള്ള ആദിമൗനത്തിലേക്കുള്ള ഒരു തിരിച്ചു പോക്കായിട്ടും ചിലർ ഈ നിശബ്ദതയെ ഒക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ നിശബ്ദതയെ പല വിധത്തിൽ ഒക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ എപ്രകാരമാണ് ഈ നിശബ്ദതയെ മനസ്സിലാക്കുവാൻ സാധിക്കുക? ഒന്നാമത്തേത്, 1 മുതൽ 7 വരെയുള്ള മുദ്രകൾ തുറക്കുമ്പോൾ നമ്മൾ ന്യായമായിട്ടും പ്രതീക്ഷിക്കുന്നത് എന്താണ്? അത് 1 നിന്ന് 7 എത്തുമ്പോൾ അതിന് പൂർണ്ണതയിലെത്തി, അതായത് ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങളുടെ എല്ലാം പൂർണ്ണതയിലെത്തി, അതായത് എല്ലാത്തിൻ്റെയും അവസാനമായി എന്നുള്ള ആ ഒരു ചിന്ത. പക്ഷേ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് നമ്മോട് പറയുന്നത് എന്താണ്? ദൈവം അവതരിപ്പിക്കുന്നത് ഈ ചരിത്രത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള വെളിപ്പെടുത്തലൊന്നുമല്ല. അപ്പോൾ ഇവിടെ നമ്മൾ അവിടുത്തെ പദ്ധതിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് നാം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നിശബ്ദതയിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടിയിരിക്കുന്നപ്പോൾ ആ ദൈവിക രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് ആരാധന സമൂഹത്തിനുള്ള ഒരു ക്ഷണമായിട്ട് ഇതിനെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നാം അടുത്ത സപ്തഗണത്തിലേക്ക് കടക്കുകയാണ്. 8-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യം മുതൽ 2-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളങ്ങൾ നൽകപ്പെട്ടു. അപ്പോൾ 7 മുദ്രകൾക്ക് ശേഷം വരുന്നത് 7 കാഹളങ്ങളുടെ സപ്തഗണമാണ്. ഇനി ഈ സപ്തഗണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒരു പശ്ചാത്തലമായിട്ട് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 7 കാഹളങ്ങളുടെ വിവരണം 7 മുദ്രകളുടെ വിവരണത്തിൽ നിന്നും കുറേയൊക്കെ വ്യത്യസ്തമാണ്. ആദ്യത്തെ ആ സപ്തഗണത്തിൽ നമ്മൾ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു അവതരണം നമ്മൾ കണ്ടു. ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്, ഇനി ഈ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തിൻ്റെ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവൻ സമർപ്പിച്ച ദൈവജനത്തിൻ്റെ അവസ്ഥ എന്താണ്, അവരുടെ പ്രാർത്ഥന എന്താണെന്ന് കണ്ടു. പിന്നെ അതുപോലെ തന്നെ ദൈവക്രോധത്തിന് മുന്നിലകപ്പെട്ട ആ ഭൂവാസികൾ പരക്കം പായുന്നതൊക്കെ നമ്മൾ കണ്ടപ്പോൾ ഇന്നുള്ള അവസ്ഥയെ ഒന്ന് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ 7-ാമത്തെ അധ്യായത്തിൽ ഇതിനൊക്കെ ഉള്ള ഒരു സ്വർഗീയമായിട്ടുള്ള ഒരു ദർശനം, ഒരു വീക്ഷണം, അതിൻ്റെ അർത്ഥം അതും നമ്മൾ ഒക്കെ കണ്ടു. ഇനി 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, അടുത്ത സപ്തഗണത്തിലേക്ക് വരുമ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചില അവതരണങ്ങൾ ഇവിടെ കാണും. അപ്പോൾ അതിന് ഒരു പാരലായിട്ടുള്ള വിവരണമല്ല ഇവിടെ കാണുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ വിവരണങ്ങളിൽ കാണുന്നത് എന്താണ്? ഒരു സർപ്പിള ശൈലി, സ്പൈരൽ എന്ന് വെച്ചാൽ അർത്ഥമാക്കുന്നത് അത് വൃത്താകൃതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു, എന്നാൽ അത് ഒരു സ്പ്രിങ് പോലെ അത് മുകളിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനൊരു ആവർത്തനമുണ്ട്,
അതോടൊപ്പം തന്നെ മുന്നോട്ടുള്ള ഒരു പ്രയാണവുമുണ്ട്. അപ്പോൾ 7 മുദ്രകൾക്ക് സമാനമാണെങ്കിലും കുറേ കൂടി ആഴത്തിലുള്ള വിവരണമാണ് ഇവിടെ കാണുക. അപ്പോൾ ഇനി കാഹളങ്ങളുടെ വിവരണത്തിൽ എന്താണ് യോഹന്നാൻ അവതരിപ്പിക്കുവാനായിട്ട് പോകുന്നത്? തിന്മകളുടെ ഉന്മൂലനം തന്നെയാണ്. അത് ഇതിനു മുമ്പ് കണ്ട ആ വിവരണത്തിൽ നിന്നും കുറച്ചുകൂടി രൂക്ഷമാകുന്നത് നമ്മൾ ഇവിടെ കാണും. ഉദാഹരണത്തിന് 4-ാമത്തെ മുദ്രയിൽ ഭൂമിയുടെ 4/1 നശിക്കുന്നതായിട്ട് പറയുമ്പോൾ ഇവിടെ അത് 3/1 നശിക്കുന്നതായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ ആ മാരികൾ, ആ മുദ്രകൾ മനുഷ്യരും പ്രപഞ്ചശക്തികളുമൊക്കെ ആണ് കാരണക്കാരായിട്ട് അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ 7 കാഹളങ്ങളിലേക്ക് വരുമ്പോൾ പൈശാചിക ശക്തികളും ഇവിടെ കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ആദ്യത്തെ ആ സപ്തഗണത്തിൽ നിന്നും കുറച്ചുകൂടി ഒരു തീവ്രമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ് ഈ 2-ാമത്തെ സപ്തഗണത്തിൽ കാണുക. അതിൻ്റെ 3-ാമത്തേതിൽ വരുമ്പോൾ കുറേ കൂടി തീവ്രമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വിവരണങ്ങൾ നമ്മൾ കാണും. അപ്പോൾ ഒരു കാര്യം നമ്മളറിയണം, ഉടനെ യുഗാന്തമാകും എന്ന് കരുതുന്നവരെ നിരാശപ്പെടുത്തുന്നതാണ് വിവരണം. അതായത് അതൊരു സർപ്പിൾ ശൈലിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, എന്നാൽ പടിപടിയായിട്ട് അത് മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ശൈലി നമ്മുടെ മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ലോകാവസാനം എന്നായിരിക്കും എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമൊന്നുമല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉത്തരത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. അത് നമ്മൾ ഇതിൻ്റെ അവതരണത്തിൽ നമ്മൾ ഒക്കെ കാണും. ഇനി വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു വിവരണത്തിൻ്റെയും പശ്ചാത്തലം എന്ന് പറയുന്നത് ആരാധനയാണ്. ഇപ്പോൾ ഞാൻ ആദ്യ ക്ലാസ്സുകളിൽ ഞാൻ വളരെ പ്രാധാന്യം കൊടുത്ത് വിവരിച്ചിരുന്നു. വെളിപാട് ഗ്രന്ഥത്തെ മനസ്സിലാക്കണമെങ്കിൽ ഈ ആരാധനയുടെ ചട്ടക്കൂടെന്നൊക്കെ വളരെ ആവശ്യമാണ്. കാരണം ഇതൊരു ആരാധന സമൂഹത്തിനുള്ള ഒരു സന്ദേശമാണ്. അല്ലാതെ കേൾക്കുന്നവർക്കെല്ലാം ഈ ലോകാവസാനത്തെക്കുറിച്ച് എന്തോ അറിവ് കൊടുക്കുന്ന ഒരു ഗ്രന്ഥമൊന്നുമല്ല ഇത് ആരാധനയുടെ പശ്ചാത്തലത്തിൽ ദൈവജനത്തിനായിട്ട് അവരുടെ ജീവിതം നവീകരിക്കുന്നതിനായിട്ട് നൽകപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ഉൾക്കാഴ്ച തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, തങ്ങളുടെ ചുറ്റും നടക്കുന്നവയെക്കുറിച്ച് നൽകുന്ന ഒരു ഗ്രന്ഥമാണ് വെളിപാട് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത് ആരാധനയുടെ പശ്ചാത്തലം. 7 കാഹളങ്ങൾക്ക് മുമ്പ് ആദ്യം ഒരു ആരാധനയുടെ വിവരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ 7-ാം മുദ്ര തുറക്കുമ്പോഴുള്ള ആ നിശബ്ദതയുടെ തുടർച്ചയായിട്ട് വേണമെങ്കിൽ ഈ ആരാധനാ രംഗത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി 7-ാമത്തെ കാഹളത്തിന് ശേഷവും നമ്മൾ ആരാധനയുടെ രംഗം നമ്മൾ കാണും. അത് പിന്നീട് 11-ാം അധ്യായത്തിൽ നമ്മൾ കാണും. ഇപ്പോൾ ദൈവജനത്തിൻ്റെ ആരാധനയുടെ പശ്ചാത്തലത്തിലാണ് ഈ 7 കാഹളങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് ഇത് വ്യക്തമാക്കുന്നു. അപ്പോൾ ദൈവിക രഹസ്യങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാനായിട്ടുള്ള ശ്രമമാണ് ഈ ആരാധന എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് തിന്മയ്ക്കെതിരായിട്ടുള്ള ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലിനെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ച നൽകുന്നതാണ് ഈ ആരാധനയുടെ പശ്ചാത്തലം. ഇനി അടുത്ത ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ആദ്യത്തെ സപ്തഗണത്തിലുള്ള ചില ചോദ്യങ്ങൾക്ക് ദൈവം ഉത്തരം നൽകുന്നു നമ്മൾ കാണുന്നു. 5-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ എപ്പോഴാണ് അവിടുന്ന് ഇതിന് പ്രതികാരം ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മൾ കേട്ടു. അതായത് ദൈവം എപ്പോഴാണ് ഇടപെടുന്നത് എന്നുള്ള ആ ഒരു ചോദ്യം. അപ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള ഒരു ചെറിയൊരു ഉത്തരം ഇവിടെ കാണുവാനായിട്ട് ഒക്കെ സാധിക്കും. ഇപ്പോൾ ഉദാഹരണം ബലിപീഠത്തെക്കുറിച്ചുള്ള ആ സൂചന അത് 5-ാമത്തെ മുദ്രയുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നതാണ് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ബലിപീഠത്തിന് കീഴിലുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്ന വിധത്തിലാണ് ഈ 7 കാഹളങ്ങളിൽ ഉള്ള വിവരണങ്ങൾ. ഇപ്പോൾ നമുക്ക് ആരാധനയും ദൈവരാജ്യ സംസ്ഥാപനവും തമ്മിലുള്ള ബന്ധം കാണുവാനായിട്ട് സാധിക്കും. ഇനി ഈ വിവരണങ്ങളുടെ എല്ലാം അവസാനം 7 കാഹളങ്ങളുടെ എല്ലാം അവസാനം നമ്മൾ ഒരു കാര്യം നമ്മൾ കാണും. എന്താണത്? ഈ ഭൂവാസികളുടെ മേലാണ്
ഈ ദൈവത്തിൻ്റെ ക്രോധം പതിക്കുന്നത്. പക്ഷേ ഈ ക്രോധത്തിന് ശേഷം, ഈ മഹാമാരികൾക്ക് ശേഷം ഇവരിലാരും മനസ്തപിക്കുന്നത്, മാനസാന്തരപ്പെടുന്നത് നമ്മൾ കാണുന്നില്ല. അതായത് ഈ ദൈവത്തിൻ്റെ ശിക്ഷകളൊന്നും മാനസാന്തരത്തിന് വേണ്ടിയിട്ട് ഉള്ളതല്ല. എന്താണ് പിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്? അത് സാക്ഷ്യമാണ്. അപ്പോൾ അത് നമ്മൾ പിന്നീട് തുടർന്നുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണും. അപ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച്, ഭൂവാസികളുടെ മേലുള്ള ശിക്ഷയെക്കുറിച്ച് ഈ 7 കാഹളങ്ങൾ അവതരിപ്പിക്കും. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഇനി ഇവരെയൊക്കെ മാനസാന്തരപ്പെടുത്തേണ്ടത്, ഇവരെയൊക്കെ ദൈവത്തിലേക്ക് നയിക്കേണ്ടത് അത് നമ്മുടെ ദൗത്യമാണ്, അത് നമ്മുടെ സാക്ഷ്യം വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാധന സമൂഹത്തിനുള്ള ഒരു സന്ദേശമായിട്ടാണ് നമ്മളിത് കാണേണ്ടത്. അപ്പോൾ ഭൂവാസികളുടെ മേലുള്ള ശിക്ഷാ നടപടികളൊക്കെ ഇവിടെ വിവരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് ദൈവജനം, ആരാധന സമൂഹം അത് തിരിച്ചറിയണം. ഈ ശിക്ഷയൊന്നും അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നില്ല. ഇനി എന്താണ് ദൈവത്തിൻ്റെ പക്കലേക്ക് ഇവരെയൊക്കെ അടുപ്പിക്കുന്നത്? അത് സാക്ഷ്യമാണ്. ആ സാക്ഷ്യം നൽകേണ്ടത് ആരാണ്? തങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഉൾക്കാഴ്ചയിലേക്കാണ് ഇത് നയിക്കുന്നത്. അപ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ച് ജീവിക്കുന്നവർക്ക് സംഭവിക്കുന്ന എന്തെന്ന് കാണിച്ച് ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ഉറച്ചു നിൽക്കാൻ ഈ ആരാധന സമൂഹത്തെ ഉദ്ബോധിപ്പിക്കുന്നു. അപ്പോൾ 7 കാഹളങ്ങളുടെ പൊതുവായിട്ടുള്ള ലക്ഷ്യം അതാണെന്ന് നമുക്ക് പറയാം. തിന്മേൽ വ്യാപരിക്കുന്നവർക്ക് അവർ ആയിരിക്കുന്ന പ്രപഞ്ചവും വ്യവസ്ഥിതികൾ പോലും സംരക്ഷണം നൽകുന്നില്ലെന്നും അവർക്കെതിരെ തിരിയുന്നെന്നും ഈ ഭാഗം വിവരിക്കുന്നത് നമ്മൾ കാണുന്നു. ഇപ്പോൾ 8-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ 2-3 കാര്യങ്ങൾ നമ്മൾ ഒന്ന് മനസ്സിൽ വയ്ക്കുക. ഒന്ന്, ഇതൊരു ആരാധന സമൂഹത്തിനുള്ള ഒരു സന്ദേശമാണ്. പിന്നെ ദൈവം ഈ ആരാധന സമൂഹത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകുവാനായിട്ട് തുടങ്ങുന്നു എന്ന് നാം കാണുന്നു. പക്ഷേ ഈ ഉത്തരം നൽകുന്നത് അത് ഭൂവാസികൾക്ക് വേണ്ടിയിട്ടല്ല, ആരാധന സമൂഹത്തിന് വേണ്ടി തന്നെയാണ് എന്നും നമ്മൾ തിരിച്ചറിയുന്നു. ഇനി നമുക്ക് 8-ാമത്തെ അധ്യായത്തിലെ ആദ്യ ഭാഗത്തേക്ക് നമുക്കൊന്ന് കടക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒക്കെ വ്യാഖ്യാനിക്കാനായിട്ട് നമുക്ക് ആരംഭിക്കാം. 2-ാമത്തെ വാക്യം, ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളങ്ങൾ നൽകപ്പെട്ടു. അപ്പോൾ സപ്തമുദ്രകളെയും 7 കാഹളങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. ഇതൊരു ആരാധനയുടെ വിവരണമാണ്. അപ്പോൾ ഇവിടെ ബലിപീഠത്തിന് മുന്നിൽ നിൽക്കുന്ന ദൈവദൂതരെയും അതുപോലെ തന്നെ അവരുടെ വിശുദ്ധരുടെ പ്രാർത്ഥനകളും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഈ കാഹളങ്ങളുടെ പശ്ചാത്തലമായിട്ട് ഇതിനെ അവതരിപ്പിക്കുന്നു. ഇവിടെ കാണുന്ന 7 ദൂതർ, അപ്പോൾ എന്തുകൊണ്ടാണ് 7 ദൂതരെക്കുറിച്ച് പറയുന്നത്? അത് 7 കാഹളങ്ങൾ പിടിച്ചിരിക്കുന്ന 7 ദൂതരെ അവതരിപ്പിച്ചിരിക്കുന്നതാകാം. അപ്പോൾ ഇതിന് പശ്ചാത്തലമായിട്ട് നമ്മളൊക്കെ പഴയ നിയമത്തിലേക്ക് പോയാൽ പല പ്രധാന മുഖ്യദൂതരെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിലെ ഉദാഹരണം തോബിത്തിൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ മുഖ്യദൂതരെക്കുറിച്ചുള്ള ആ ഒരു വിശ്വാസം പ്രകടമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ യഹൂദ പാരമ്പര്യത്തിൽ മുഖ്യദൂതരെക്കുറിച്ചുള്ള ചിന്തകളൊക്കെയുണ്ട്. 1 ഈനോക്ക് 1:20 ഈ മുഖ്യദൂതരുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കേട്ടിട്ടുള്ള പേരുകൾ തന്നെയാണ്. ഇവരാണ് ഉറിയേൽ, റഫായേൽ, റഗുവേൽ, മിഖായേൽ, സറിയേൽ, ഗബ്രിയേൽ, റെമിയേൽ. അപ്പോൾ ഈ പേരുകളിൽ വെളിപാട് ഗ്രന്ഥത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് മിഖായേലിൻ്റെ പേര് മാത്രമാണ്. അത് 12-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിലാണ്. സ്വർഗത്തിൽ നടക്കുന്ന ഒരു യുദ്ധത്തെക്കുറിച്ച് നമ്മളവിടെ കാണും. മിഖായേലിൻ്റെ ദൂതനും പൈശാചിക ശക്തികളും തമ്മിലുള്ള ഒരു യുദ്ധം. അപ്പോൾ ഈ 7 ദൂതന്മാർക്ക് കാഹളങ്ങൾ നൽകപ്പെടുന്നു. ഇനി കാഹളങ്ങളുടെ പ്രതീകം, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ കാഹളങ്ങളുടെ പ്രതീകം ഉപയോഗിച്ചിരിക്കുന്നത്? അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് മുദ്രകളുടെ പ്രതീകമാണ്. മുദ്രകൾ എന്നുള്ള പ്രതീകം ഉപയോഗിച്ചിരിക്കുന്നതിന് കാരണം അത് വെളിപ്പെടുത്തുന്ന ഒന്നാണ്. ഒന്ന്, മുദ്രകൾ തുറക്കുമ്പോൾ
മറഞ്ഞിരിക്കുന്ന എന്തോ ഒന്ന് നമുക്കായിട്ട് വെളിപ്പെടുത്തപ്പെടുന്നു. ഇനി കാഹളം എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ അർത്ഥം അറിയണമെങ്കിൽ കാഹളധ്വനിയുടെ പശ്ചാത്തലം അത് പഴയ നിയമത്തിലും പൗരാണിക സംസ്കാരത്തിലുമുള്ള പശ്ചാത്തലം ഒന്ന് കാണുന്നത് നല്ലതാണ്. അപ്പോൾ ആദ്യം കാഹളങ്ങൾ ഒരു യുദ്ധസജ്ജരാകാനായിട്ടുള്ള വിളിയാണ്. അതായത് യുദ്ധം ആരംഭിക്കുമ്പോൾ, ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ എല്ലാവരെയും, ജനത്തെയും അതുപോലെ തന്നെ സൈന്യത്തെയും എല്ലാം വിളിച്ചു കൂട്ടാനായിട്ട് അവർ കാഹളങ്ങൾ മുഴക്കും. അതുപോലെ തന്നെ യുദ്ധത്തിൽ ജയിച്ച് കഴിയുമ്പോൾ അവരുടെ ആഹ്ലാദം പ്രകടിപ്പിക്കുവാനായിട്ട് ഒരു വിജയാഘോഷമായിട്ടും ഇവിടെ കാഹള ധ്വനി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആളുകളെല്ലാം വിളിച്ചു കൂട്ടാനായിട്ട്, അതുപോലെ പ്രത്യേക വിശേഷ അവസരങ്ങളിൽ അവരെല്ലാം വിളിച്ചു കൂട്ടാനായിട്ട് അക്കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒന്നാണ്, ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ് കാഹളങ്ങൾ മുഴക്കുക പിന്നെ അതുപോലെ തന്നെ ആഘോഷവേളകളിലൊക്കെ അതിനൊക്കെ കുറച്ചുകൂടി കൊഴുപ്പ് കൂട്ടാനായിട്ട് കാഹളങ്ങളൊക്കെ മുഴക്കിയിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ രാജാവിൻ്റെ കിരീടധാരണ വേളയിലും ഒക്കെ കാഹളങ്ങളൊക്കെ മുഴക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ ആ ആഘോഷങ്ങളുടെ ഒക്കെ ഒരു പൊടിപ്പും തൊങ്ങലുമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാഹളങ്ങൾ മുഴക്കിയിരുന്നത്. പിന്നെ ഗ്രീക്ക് റോമൻ വിവരണങ്ങളിൽ അവരുടെ അതുപോലെ തന്നെ അപ്പോക്കലിപ്റ്റിക് രചനകളിലൊക്കെ വരാൻ പോകുന്ന ശിക്ഷാവിധിയുടെ സൂചനയായിട്ടും ഈ കാഹള ധ്വനികൾ ഒക്കെ കാണുന്നു. ഇനി ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ ഈ കാഹളങ്ങൾ മുഴക്കുക എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള വേറെയും ചില അർത്ഥങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്തേത് ദൈവസാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രതീകമാണ്. ഉദാഹരണം പുറപ്പാട് 19-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യം. അപ്പോൾ ദൈവസാന്നിധ്യത്തെ അവതരിപ്പിക്കുന്ന അതിനുള്ളൊരു മാർഗമാണ് ഈ കാഹളങ്ങൾ മുഴക്കുക എന്നത്. പിന്നെ അതുപോലെ തന്നെ ആരാധനയുടെ ഒരു പശ്ചാത്തലം നമ്മോട് കാണുന്നു. അപ്പോൾ ആരാധനയ്ക്ക് മുമ്പായിട്ട് ഒക്കെ കാഹളങ്ങൾ മുഴക്കുന്നു. ഉദാഹരണം ഏശയ്യ 58:1, സെഫനിയ 1:14 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ ഒരു പ്രഖ്യാപനം, അല്ലെങ്കിൽ മരിച്ചവരുടെ ഉത്ഥാനത്തിൻ്റെ ഒക്കെ ഒരു പ്രഖ്യാപനം, അത് ഒരു കാഹളധ്വനിയോട് കൂടെയാണ് എന്നും കാണുന്നു. ഉദാഹരണം മത്തായിയുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ അപ്പോൾ കാഹളധ്വനി മുഴങ്ങുമ്പോൾ അപ്പോൾ അതെല്ലാം ഒരു യുഗാന്ത്യത്തിൻ്റെ ഒരു അനുഭൂതിയൊക്കെ മനസ്സിൽ ഉയർത്തുന്നു. പിന്നെ അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ എന്നൊക്കെ പറയാം, ആസന്നമായിരിക്കുന്ന ശിക്ഷാവിധിയെ സൂചിപ്പിക്കുന്നതും അതുപോലെ തന്നെ പൊതുയോഗത്തിൻ്റെ ആരംഭം കുറിക്കുന്നതുമാണ് ഈ കാഹള ധ്വനികളും ഒക്കെ. അപ്പോൾ കാഹള ധ്വനി എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ വളരെ ഒരു പ്രാധാന്യമറിയിക്കുന്ന ഒരു പ്രതീകം തന്നെയാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും എന്താണ് ഈ കാഹളധ്വനി മുഴക്കം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ്. ഈ ചരിത്രത്തിൽ ഇടപെടുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നതാണ് ഈ കാഹളധ്വനി. ഇവിടെ അത് പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ശിക്ഷാവിധിയുടെ സൂചനയാണ് നൽകപ്പെടുന്നത്. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നതിൽ ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇവിടെ കാഹളങ്ങൾ നൽകപ്പെട്ടു എന്നുള്ള ആ ഒരു പ്രയോഗം നമ്മൾ നേരത്തെ കണ്ടതാണ്. ബൈബിളിൽ പാസീവ് വോയിസ് അത് പലപ്പോഴും അർത്ഥമാക്കുന്നത് ദൈവം അനുവദിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ഇവിടെ പലതും ഒക്കെ ശിക്ഷാവിധിയൊക്കെ സംഭവിക്കാൻ പോകുന്നുവെങ്കിൽ പോലും അതൊക്കെ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അനിയന്ത്രിതമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്. ഇവിടെയൊക്കെ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ആ ഒരു ചട്ടക്കൂടിൽ മാത്രമായിരിക്കും എന്ന് ആരാധന സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നു. അത് പറഞ്ഞ് അവരെ ശക്തിപ്പെടുത്തുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഇവിടെ തുടർന്ന് പറയുന്നു 3-ാമത്തെ വാക്യത്തിൽ, മറ്റൊരു ദൂതൻ സ്വർണം കൊണ്ടുള്ള ഒരു ധൂപകലശവുമായി ബലിപീഠത്തിന് മുമ്പിൽ വന്നു നിന്നു. ഇപ്പോൾ വേറൊരു ദൂതൻ ഇപ്പോൾ കാഹളം മുഴക്കുന്നതിന് മുമ്പ് അവിടെ സ്വർണ്ണ ധൂപകലശവുമായിട്ട് ബലിപീഠത്തിന് മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഇപ്പോൾ ഇവിടെ ഉള്ള ഒരു ചിത്രം അത് വീണ്ടും ആരാധനയുടെ ഒരു ചിത്രം തന്നെയാണ്. പരിമള ധൂപം അർപ്പിക്കപ്പെടുന്ന ആ ഒരു
ബലിപീഠം. അപ്പോൾ അത് തീർച്ചയായിട്ടും സ്വർണം കൊണ്ടുള്ള ധൂപകലശം എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്കറിയാം, അതൊരു സ്വർഗീയമായിട്ടുള്ള ഒരു ദൃശ്യത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണ ബലിപീഠത്തിന്മേൽ, അപ്പോൾ സ്വർണ്ണ ബലിപീഠം എന്ന് പറയുമ്പോഴും അത് ഭൂമിയിലുള്ള ബലിപീഠത്തിൻ്റെ ഒരു സ്വർഗീയ പതിപ്പാണ് എന്ന് വേണമെങ്കിൽ പറയുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ 5-ാം മുദ്രയിൽ നമ്മൾ ആ ബലിപീഠത്തെക്കുറിച്ചൊക്കെ കാണുന്നുണ്ട്. ഇനി ഇവിടെ പറയുന്ന വിവരണം, സിംഹാസനത്തിൻ്റെ മുമ്പിലുള്ള സ്വർണ്ണ ബലിപീഠത്തിന്മേൽ എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനയോടൊപ്പം അർപ്പിക്കാൻ ധാരാളം പരിമളദ്രവ്യം അവന് നൽകപ്പെട്ടു. അപ്പോൾ വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം പരിമളദ്രവ്യവും നൽകപ്പെട്ടു. ഇപ്പോൾ ഇവിടെ നമ്മൾ 1-2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് മാത്രം ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. ഇവിടെ ധൂപാർപ്പണത്തെക്കുറിച്ച് ആണ് പറയുന്നത്. ഈ ധൂപാർപ്പണം എന്ന് പറയുന്നത് അത് ദൈവ വണക്കത്തെ ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഈ ദൂതന്മാർ തന്നെ സ്വർഗത്തിലേക്ക് ദൈവസന്നിധിയിൽ എത്തിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആരാധന സമൂഹത്തിൻ്റെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായിട്ടാണ് പിന്നീട് നടക്കുന്ന സംഭവങ്ങൾ ഓരോന്നും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.